അമ്പലപ്പുഴയിൽ സ്വതന്ത്രനായി മത്സരിക്കുമെന്ന് മുൻ മന്ത്രി ജി സുധാകരൻ. ഒരു പാർട്ടിയിലും മുന്നണിയിലും ചേരാൻ ഉദ്ദേശിക്കുന്നില്ല. താൻ ആരെയും വ്യക്തിഹത്യ നടത്താൻ ഉദ്ദേശിക്കുന്നില്ലെന്നും സുധാകരൻ പറഞ്ഞു. അമ്പലപ്പുഴയിൽ CPIM-ന് വെല്ലുവിളി ഉയർത്തി ജി സുധാകരൻ. അമ്പലപ്പുഴയിൽ നിന്ന് സ്വതന്ത്രനായി മത്സരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ ഒന്നും പറയില്ല, ആരെയും വ്യക്തിഹത്യ ചെയ്യില്ല, ആരുടെയും പിന്തുണയും വേണ്ട, ഒരു പാർട്ടിയിലും മുന്നണിയിലും ചേരാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും ജി സുധാകരൻ ആലപ്പുഴയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. താൻ പാർട്ടി അംഗത്വം ഒഴിഞ്ഞുവെന്നും പാർട്ടി വിട്ടുവെന്നും ജി സുധാകരൻ പറഞ്ഞു. പാർട്ടിക്കുള്ളിൽ നിന്നുകൊണ്ട് പാർട്ടിയെ ചതിക്കുകയില്ല, പാർട്ടിയിൽ നിന്ന് മാറിക്കൊടുത്തു. താൻ കാരണം പാർട്ടിക്ക് ഇനി തലവേദനയാകില്ലെന്നും സുധാകരൻ പറഞ്ഞു. അമ്പലപ്പുഴയിൽ ഭൂരിപക്ഷം കുറഞ്ഞതിന് തനിക്കെതിരെ ഇളമരം കരീം അന്വേഷണം നടത്തി. 25 പേജിൽ താൻ കാര്യങ്ങൾ വിശദീകരിച്ചു. അത് വായിച്ചു നോക്കിയില്ല. കരീമിന്റെ റിപ്പോർട്ടിൽ തന്റെ വാദങ്ങൾ ചേർത്തില്ല. സംസ്ഥാന കമ്മിറ്റിയിൽ ആലപ്പുഴ ജില്ലയിലെ അംഗങ്ങൾ ഒഴികെ ആരും തന്നെ പിന്തുണച്ചില്ല. മറ്റുള്ളവർ നിശബ്ദരായിരുന്നു. അവർക്ക് കാര്യങ്ങൾ അറിയാമെന്നും ജി സുധാകരൻ പറഞ്ഞു. സ്റ്റേറ്റ് കമ്മിറ്റി ഞാൻ പരാതി കൊടുത്തിട്ടില്ല. അവർക്കറിയാലോ. അതെ മാഡം, ഇതെല്ലാം അവർക്കറിയാം. അറിയാതെ പിന്നെ അങ്ങനെ അവരറിയാതിരിക്കുന്ന അവരിവിടുത്തെ കേരളത്തിലെ മുഴുവൻ സ്പന്ദനങ്ങളും അറിയുന്ന ആളുകളല്ലേ. ബോധമുള്ളപ്പോഴാണോ അവഗണിക്കാതിരിക്കാനില്ല. സാർ, എങ്കിൽ എന്തുകൊണ്ട് മുഖ്യമന്ത്രി ഇടപെട്ടില്ല? മുഖ്യമന്ത്രി പിണറായി വിജയൻ എല്ലാ കാര്യത്തിലും ഇടപെടുന്ന ഒരാളാണ്. താങ്കളെപ്പോലുള്ള ആളെ 5 വർഷക്കാലമായി തഴഞ്ഞിട്ട് എന്തുകൊണ്ട് മുഖ്യമന്ത്രി ഇടപെട്ടില്ല? ഇടപെടണമെന്ന് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടിട്ടേ ഇല്ല. അതാണ് മനസ്സിലായത്. ചോദ്യത്തിന്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലായില്ല. വിമർശനങ്ങൾക്ക് കീഴടങ്ങില്ല. പാർട്ടി രീതി പറഞ്ഞുകൊണ്ടേയിരിക്കും. MLA-യും മന്ത്രിയുമായി ഇനി എന്താ അയാൾക്ക് വേണ്ടതെന്നാണ് ചിലർ ചോദിക്കുന്നത്. അത് മാർക്സിസ്റ്റ് രീതിയല്ല. മരിക്കുന്നതുവരെ ലെനിൻ റഷ്യയിലെ ഭരണാധികാരിയായിരുന്നു. മാവോയും കാസ്ട്രോയും അധികാരത്തിലിരുന്നു. അവരോട് താഴെ ഇറങ്ങാൻ പറയുമോ എന്നും ജി സുധാകരൻ ചോദിച്ചു. ഇതേസമയം UDF അമ്പലപ്പുഴയിൽ ജി സുധാകരനെ പിന്തുണയ്ക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. ഇത് സംബന്ധിച്ച കൂടിയാലോചനകൾ നടന്നുവരികയാണ്. ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ.